എല്ലാ മാന്യ പുതുജീവൻ ശ്രോതാക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം യേശു കർത്താവിൻ്റെ സ്നേഹത്തെയും മനസ്സലിവിനെയും കുറിച്ച്, ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, ദൈവാശ്രയത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഴിമതിയും അക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് രാഷ്ട്രീയത്തിലാകട്ടെ, ആത്മീയത്തിലാകട്ടെ, മറ്റ് മണ്ഡലങ്ങളിലാകട്ടെ, ഉദ്യോഗസ്ഥ തലത്തിലാകട്ടെ, എല്ലായിടത്തും അഴിമതി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടത ജനങ്ങൾക്ക് പ്രശ്നമല്ല. സത്യത്തെക്കാൾ ജയിക്കുന്നത് അസത്യമാണ്. നന്മയേക്കാൾ അധികം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് തിന്മയാണ്. എന്ത് കള്ളത്തനം ചെയ്തും, എന്ത് വെട്ടിപ്പും തട്ടിപ്പും നടത്തിയും സ്വന്തം കാര്യം ചിന്താവാണ്. മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവസാനം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് രോഗത്തിലും അധപ്പതനത്തിലുമായിരുന്നു. ലോക ചരിത്രം മുഴുവനും പഠിച്ചാൽ, ഹിറ്റ്ലറിൻ്റെ തന്നെ കാര്യം നോക്കിയാൽ, ഹിറ്റ്ലർ എന്ത് ചെയ്തു? ലോകം മുഴുവനും അവൻ്റെ കയ്യിലാക്കാൻ നോക്കി. ഹിറ്റ്ലർ പറഞ്ഞു, ഐ ആം ദ ഒറിജിനൽ ആര്യൻ. ആര്യ വർഗത്തിൽ ഹിറ്റ്ലറും ജർമ്മനിക്കാരും ആണ് ഒറിജിനൽ ആര്യന്മാർ എന്ന് പറഞ്ഞവരാണ്. ആര്യൻ ഒരിക്കലും തോറ്റിട്ടില്ല, വിജയിച്ചിട്ടേ ഉള്ളൂ. ആര്യൻ പറഞ്ഞു, അനാര്യന്മാർ, ആര്യന്മാരല്ലാത്തവർ ഞങ്ങളെ അടിമകളായി ഞങ്ങളെ കീഴിൽ നിൽക്കണമെന്ന്. ഒടുവിൽ അവസാനം എന്തായി? യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം തോക്കെടുത്ത് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുക. അയാൾ വെപ്പാട്ടിയും ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ അനേക ആളുകൾ നമുക്കറിയാം വീരവാദങ്ങൾ മുഴക്കിയവരാണ്. അവരാരും തന്നെ എത്ര മനുഷ്യൻ എത്രത്തോളം അഹങ്കരിക്കുമോ, അഹങ്കാരം മനുഷ്യനെ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. എനിക്ക് ഈ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളെല്ലാം ഞാൻ വായിക്കുന്ന കൂട്ടത്തിലാണ്. പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ വളരെ പ്രാമുഖ്യമുള്ളതാണ്. നമ്മുടെ ദൈവദാസന്മാർ ഭൂരിപക്ഷവും പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. സഭയുടെ ആദ്യത്തെ പോപ്പായിട്ടും ആദ്യത്തെ സഭാസ്ഥാപകനായിട്ടുമൊക്കെ വിശ്വസിക്കപ്പെടുന്ന സഭകളുമുണ്ട്. പത്രോസ് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. പഠിപ്പോ വായനയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. കാരണം പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ ഘനഗംഭീരമാണ്. പൗലോസ് വളരെയധികം വിദ്യാഭ്യാസം നേടിയ ആളാണെങ്കിലും പത്രോസും യോഹന്നാനും മറ്റ് അപ്പോസ്തലന്മാരുമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് അത്ര അധികം പോയി കാണത്തില്ലെങ്കിലും അവരെല്ലാം പഠിച്ചവരും വിവരമുള്ളവരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്രോസിനെ കുറിച്ച്
ഇത്തിരി ഞാൻ പഠിക്കുവാനിടയായിട്ടുണ്ട്. അദ്ദേഹം യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ ശിഷ്യനാണ്. പ്രഥമ ശിഷ്യനായ പത്രോസിനെ കുറിച്ച് പറയുന്നത് എടുത്തുചാട്ടക്കാരൻ എന്നാണ്. ഒരു ഡേഞ്ചറായ ഒരു മനുഷ്യനാണ്, മാത്രമല്ല ഒരു ട്രബിൾ മേക്കറാണ് എന്നാണ് തിയോളജിയന്മാരെല്ലാം പറയുന്നത്. പക്ഷേ ഈ ട്രബിൾ മേക്കറെ, ഈ ഡേഞ്ചറായ മനുഷ്യനെ, ഈ എടുത്തുചാട്ടക്കാരനായ മനുഷ്യനെ യേശു കർത്താവ് തൻ്റെ സഭയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ പത്രോസിൻ്റെ കാര്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പത്രോസിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. മത്തായി സുവിശേഷത്തിലാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മീൻപിടുത്തക്കാരായ പത്രോസിനെയും മറ്റുള്ളവരെയും യേശു കർത്താവ് വിളിച്ചപ്പോഴേ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഈ ലൂക്കോസ് വിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ, ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ വരുമ്പോൾ ആദ്യത്തെ വിളിയിൽ സകലതും വിട്ടു വന്നു എന്ന് പറഞ്ഞെങ്കിലും പത്രോസ് യേശുവിനെ അനുഗമിച്ചിട്ടില്ല. പലരും പറയും ഞാൻ സകലതും വിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നു എന്ന്. എന്നാൽ ഞാൻ പഠിച്ചിടത്തോളം ആത്മീയ രംഗത്ത് വിട്ടു എന്ന് പറയുന്ന പലരും വിടാതെ സൂക്ഷിക്കുന്നവരായിട്ട് കാണുവാനിടയാണ്. ഇവിടെ നോക്കുക, ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം ശ്രദ്ധിക്കാം. യേശു കർത്താവ് ഗെന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴിയുകയായിരുന്നു. ആ പടകുകളിൽ സിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് സിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങാറാകുവോളം നിറച്ചു. സിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. വലിയ അത്ഭുതകരമായ മീൻപിടുത്തമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പത്രോസ് യേശുവിനെ അനുഗമിച്ചിട്ടും വീണ്ടും മീൻ പിടിക്കാൻ പോയി. അപ്പോൾ പലരെ പറ്റിയും ഞാൻ പഠിച്ചപ്പോൾ വിട്ടു വന്നു, യേശു കർത്താവിനെ അനുഗമിച്ചു, എല്ലാം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നാലും എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ വിടാതെ സൂക്ഷിക്കുന്നു. പത്രോസ് സകലതും വിട്ടു വന്നു എങ്കിലും വീണ്ടും മീൻ പിടിക്കാൻ പോയി. ഇവിടെ നമ്മൾ വായിച്ച സ്ഥലത്ത് പത്രോസ് ഒരു പ്രതിസന്ധിയിലാണ്. എന്താണ് പ്രതിസന്ധി? അവൻ്റെ വേലയിൽ, അവനായിരിക്കുന്ന തൊഴിലിൽ
അവന് ഒരു അനുഗ്രഹവുമില്ല. രാത്രി മുഴുവനും അവൻ അധ്വാനിച്ചു. അവൻ ശീലിച്ചിട്ടുള്ള സകല വിധത്തിലുള്ള ഇതും നമ്മൾ നോക്കി, പത്രോസ് നോക്കി. രാത്രി മുഴുവനും പരിശ്രമിച്ചു, ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ തൊഴിൽ പ്രശ്നമാണ്. നമുക്കൊരു തൊഴിൽ പ്രശ്നമുണ്ടോ? നമ്മളൊരു പ്രതിസന്ധിയിലാണോ? നമ്മൾ യേശു കർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടോ? യേശു കർത്താവ് വന്ന് നിങ്ങളെ വിടുവിക്കണമോ? പറ. കർത്താവ് എന്ത് നിങ്ങളുടെ ആവശ്യമായാലും അവിടെ വന്ന് നിങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണ്. പത്രോസിൻ്റെ കാര്യം നോക്ക്. വലിയ പ്രതിസന്ധി. തൊഴിൽ രംഗത്ത് ഒരു വികസനവുമില്ല, ഒരു ഡെവലപ്മെൻറ്റുമില്ല. സഹോദര സഹോദരി, നിങ്ങളായിരിക്കുന്ന തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വികസനമില്ലെങ്കിൽ, നിങ്ങൾക്കൊരു പ്രോഗ്രസ്സുമില്ലെങ്കിൽ, ഞാൻ പറയുന്നു, യേശുവിൻ്റെ കരത്തിൽ നിങ്ങളെയും നിങ്ങളുടെ തൊഴിലിനെയും കൊടുക്ക്. യേശു കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഇവിടെ പത്രോസ് പറയുന്നത്, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾ പല മതത്തിലും സഭയിലും വിഭാഗത്തിലും പെട്ടവരാണ്. എനിക്കറിയാം, എൻ്റെ പ്രസംഗം കേൾക്കുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ അക്രൈസ്തവരാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കളാണ്. എനിക്ക് അവരോട് വലിയ സന്തോഷമുണ്ട്. അവരെല്ലാം എനിക്ക് ഫോൺ വിളിക്കാറുണ്ട്. അവർക്ക് ഈ പ്രസംഗം ഇഷ്ടവും. നിങ്ങളൊരു പ്രതിസന്ധിയിൽ തന്നെയാണ്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ യേശു വരികയാണ്. യേശുവിനോട് പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. എങ്കിലും നിന്റെ വാക്കിനാൽ ഞാൻ വലയിറക്കാം. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞതുപോലെ തന്നെ വലയിറക്കി. അവിടെ എവിടെയാണ്? ആഴത്തിലേക്ക് നീക്കുക. കർത്താവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, പത്രോസ്, ഇന്നത്തെ നിന്റെ പൊസിഷനിലായിരിക്കൽ നീയും നിന്റെ വള്ളവും വലയും. ഹല്ലേലൂയ. വലിയ മാറ്റം വരണം. വലിയ മാറ്റം വരേണ്ടതാണ് നമുക്ക്. ഒരിക്കലും ശ്രീബുദ്ധനൊരു ഉപമ ശിഷ്യന്മാരോട് പറഞ്ഞു. 5 പമ്പര വിഡ്ഢികൾ, 5 വിഡ്ഢികൾ മണ്ടന്മാർ, 5 മണ്ടന്മാർ കൂടെ ഒരു നദിക്ക് അക്കരെ കിടക്കണം. അതിനുവേണ്ടി ഈ മണ്ടന്മാർ ഒരു തോണിയെടുത്ത് അതിൽ കയറി യാത്ര ചെയ്തു, അക്കരെ കടന്നു. പക്ഷേ എവരെവിടെയെല്ലാം പോയോ, ഈ തോണിയെയും കൊണ്ടുപോയി. ഇത് ചുമന്നു കൊണ്ടുപോയി. ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഈ തോണിയെയും കൊണ്ടുപോകുന്നു? അത് ഞങ്ങളെ ജീവനെ രക്ഷിച്ച തോണിയാണ്, ഞങ്ങളെ നദി കടക്കുവാൻ സഹായിച്ച തോണിയാണ്. ഞങ്ങൾ മരിക്കുവോളം ഈ തോണി ഞങ്ങൾ ഉപേക്ഷിക്കില്ല. നീ ഇറങ്ങിയപ്പോൾ നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്റെ പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് തുടങ്ങി. പക്ഷെ ഇന്നും നീ ഉപവാസവും പ്രാർത്ഥനയായിട്ട് ജീവിക്കുക. നീ എന്ത് നേടി? നിന്റെ അന്നത്തെ ചെറ്റപ്പുര അല്ലേ ഇന്നും ഉള്ളത്? അന്ന് നീ ഇറങ്ങിയപ്പം മുതൽ ഉപവാസവും പ്രാർത്ഥനയും. നിന്റെ ജീവിതത്തിനൊരു മാറ്റം വന്നോ? യേശു കർത്താവ് പറഞ്ഞു, നിന്റെ പടക് നീക്കണം,
അല്ലാതെ നീ നന്നാകത്തില്ല. ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നു, നമ്മുടെ പടക് നീക്കണം, നമുക്കൊരു മാറ്റമുണ്ടാകണം. വലിച്ചെറിയേണ്ടത് എറിയണം. നമ്മൾ ആദ്യം ശീലിച്ചത് മാത്രം, ആദ്യം കിട്ടിയത് മാത്രം കൊണ്ട് നടക്കല്ല. മണ്ടന്മാരായ ആളുകൾ തോണിയും കൊണ്ട് നടന്നതുപോലെ ആകല്ല്. നമുക്ക് ചേഞ്ച് ഉണ്ടാകും. വലത്ത് ഭാഗത്ത് വലയിറക്കുവാൻ പറഞ്ഞു. യേശു പറഞ്ഞതുപോലെ വലയിറക്കി. പെരുത്ത മീൻകൂട്ടം ഉണ്ടായി. അത്ഭുതകരമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. ഈ പത്രോസിനെ നമുക്ക് ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് യേശു കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. മരിച്ച യേശു കർത്താവിനെ കല്ലറയിൽ വെച്ചു. 3-ാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയയും മറ്റുമല്ല സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയി. അവർ പോകുന്നതിന് മുമ്പ് സ്ത്രീകൾ പറഞ്ഞ്, ഞങ്ങൾക്ക് വേണ്ടി കല്ലറയിൽ നിന്ന് കല്ല് ആര് ഉരുട്ടി മാറ്റും? പക്ഷേ ഈ മറിയ അവിടെ ചെന്നപ്പോഴേ കല്ലറയിലെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അവിടെ നോക്കിയപ്പോൾ യേശുവിനെ കാണുന്നില്ല. എവളത് അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് എവൾ ഓടി വന്ന് സിമോനോടും യോഹന്നാനോടും ബാക്കിയുള്ളവരോടും പറഞ്ഞു, യേശു ക്രിസ്തുവിനെ ആരോ എടുത്തുകൊണ്ടുപോയി, അവിടെ കാണാനില്ല. പത്രോസും യോഹന്നാനും ഒക്കെ വന്ന് യേശു അവിടെ ഇല്ലാത്ത കാര്യം അറിഞ്ഞു. പക്ഷേ അതിനുശേഷം ആദ്യം സന്ദേശം കൊടുക്കുന്നത് ഈ മറിയയ്ക്കാണ്. മറിയയോട് സ്വർഗദൂതന്മാർ പറഞ്ഞു, നിങ്ങളെ യേശു തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, എന്നെ തുടരുത്, നീ തന്നെ നമ്മുടെ സഹോദരന്മാരോട് അറിയിക്കുക. അവിടെ പറയുന്നത് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എനിക്ക് ഭയങ്കര ചിന്തിക്കുന്ന ഒരു പോയിന്റാണ്. എഗൈൻ ആൻഡ് എഗൈൻ, വീണ്ടും വീണ്ടും. അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം പറയുന്നത് വീണ്ടും വീണ്ടും, എഗൈൻ ആൻഡ് എഗൈൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. എത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രത്യക്ഷനായിട്ടുണ്ട്? എത്ര പ്രാവശ്യം നമ്മളോട് കർത്താവ് സംസാരിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം നമ്മൾ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്? എത്ര പ്രാവശ്യം നാം സ്വപ്നം കണ്ടിട്ടുണ്ട്? പക്ഷേ നാം വിട്ടുപോകും. എന്നാൽ 21-ാം അധ്യായത്തിലേക്ക്, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നെ വേദനിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടാകുന്നത്. യേശു വീണ്ടും ഉയർത്തെഴുന്നേറ്റെന്ന കണ്ട് കേട്ട് അറിഞ്ഞ് യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും പത്രോസും കൂട്ടുകാരും വീണ്ടും പഴയ തൊഴിലിന് പോയി, മീൻ പിടിക്കാൻ പോയി. ഇവർ മീൻ പിടിക്കാൻ പോയെടുത്ത് യേശു കർത്താവ് വന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവ പൈതലേ, യേശുവിനെ ഒരിക്കൽ നീ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, നിന്റെ യാത്രയിൽ നീ യേശുവിനെ വിട്ടിട്ട് യാത്ര ചെയ്താലും, നീ യേശുവിനെ മറന്നുപോയാൽ, യേശു നിന്നെ വിടുകയില്ല, നിന്നെ മറക്കുകയില്ല, നിന്നെ തള്ളുകയില്ല. യേശു വന്നിട്ട് പറഞ്ഞു, മക്കളെ, കഴിപ്പാൻ വല്ലതുമുണ്ടോ? കൂട്ടുവാൻ വല്ലതുമുണ്ടോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയിട്ടില്ല. യേശു പറഞ്ഞു,
വലതുഭാഗത്തേക്ക് വലയിറക്കുവാൻ. ലൂക്കോസ് വിശേഷത്തിൽ ആഴത്തിൽ വലയിറക്കാൻ പറഞ്ഞു, ഇവിടെ വലത്തുഭാഗത്ത് വലയിറക്കുവാൻ പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? 153 പെരുത്ത മീൻകൂട്ടത്തെ അവർക്ക് കിട്ടി. അവർ കടലിൽ നിന്ന് കരയ്ക്ക് വന്നപ്പോൾ അവർക്ക് ആഹാരം കർത്താവ് ഒരുക്കി വച്ചിരിക്കുകയാണ്. കനലിൽ ചുട്ട മീനും എല്ലാമായിട്ട് അവിടെ ഭക്ഷണം റെഡി. കർത്താവ് അവർക്ക് സ്തോത്രം ചൊല്ലി ഭക്ഷണം നൽകി. യോഹന്നാന്റെ സുവിശേഷം 21:15 മുതൽ പത്രോസിന് ഭക്ഷണമെല്ലാം നൽകി തൃപ്തനാക്കിയിട്ട്, നമ്മളോട് എന്തെങ്കിലും കർത്താവ് ചോദിക്കുന്നത് നമുക്കെല്ലാം നൽകിയിട്ടാണ്. കർത്താവ് നമുക്ക് തരാതെ ഒന്നും നമ്മളോട് ചോദിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെല്ലാം തന്ന കർത്താവ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ മറന്നുപോയി, ഇപ്പോൾ നിങ്ങളൊന്നും കൊടുക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, പത്രോസേ, ഇതിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചു. പത്രോസ് എന്നോട് പറഞ്ഞ് എൻ്റെ സഭയെ മേൽക്കണം. ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, യേശു ഇല്ലാത്ത ജീവിതം നമുക്കൊന്നും നേടുവാൻ കഴിയത്തില്ല. എന്നാൽ യേശു ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ കർത്താവിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുകയാണ്. യേശു ഇടപെടുവാൻ പോകുകയാണ്. നമ്മുടെ തലകളെ താഴ്ത്തി സമർപ്പിക്കാം. ആഴത്തിലേക്ക് ഇറങ്ങാം, ആഴത്തിലേക്ക് നീങ്ങാം. ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണം. യേശു നമ്മെ അനുഗ്രഹിക്കും. ആമേൻ. തലകളെ വണക്കാം. അത്ഭുതവാനായ കർത്താവ്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആയ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളോടൊപ്പം കർത്താവേ, ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരീ സഹോദരന്മാർക്കായും പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾ, അവരുടെ നൊമ്പരങ്ങൾ അങ്ങ് അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഇടപെടുന്ന കർത്താവേ, ഇപ്പോൾ തന്നെ കർത്താവേ, നീ അവർക്ക് വേണ്ടി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കടഭാരമുള്ളവരായി അനേകർ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാഥാ, അവർക്ക് വഴിയും വാതിലും തുറന്നു കൊടുത്ത് അവരുടെ കടങ്ങൾ തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഇനി കടം വാങ്ങിച്ച് അതൊരു വലിയ ഭാരമാകാതെ അവരെല്ലാം കാത്തുകൊള്ളണമേ. വിവാഹം കഴിയാതെ വിവാഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ജനിക്കാത്ത പല കുടുംബങ്ങളുമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ കർത്താവേ. അതുപോലെ വിവാഹത്തിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി, ഭാര്യയും ഭർത്താവും 2 സ്ഥലത്തായിരിക്കുന്ന അകന്നു നിൽക്കുന്ന ബന്ധങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലയിലായിരിക്കുന്ന പോരാട്ടത്തിലൂടെ കഴിഞ്ഞുകൂടുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദാസിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നേഴ്സറിയിൽ മുതൽ കർത്താവെ ബിരുദത്തിനായി പഠിക്കുന്നവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബുദ്ധി കൊടുക്കണം, കൃപ കൊടുക്കണം. ഇന്നത്തെ ഈ ലോകത്തെ മാലിന്യങ്ങളൊന്നും ഏശാതെ അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഉള്ളം കൈ വഹിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്കായി കർത്താവെ തുടർന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അനേകർക്ക് പ്രയോജനമുള്ളവരായി മുന്നേറുവാൻ ഇടയാകണമേ. ഇതിൻ്റെ കർത്താവെ, ഇതിനെ സഹായിക്കുന്ന, ഇതിന് ഷൂട്ടിങ്ങിലൊക്കെ സഹായിക്കുന്ന എല്ലാ സഹോദരന്മാർക്കായും പ്രാർത്ഥിക്കുന്നു. യേശു മൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. നിങ്ങൾ പ്രാർത്ഥന ആവശ്യമുള്ളവർ
ആവശ്യപ്പെടുക, ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും വലിയ അനുഗ്രഹമായി വിടുതലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ ഇമെയിൽ മുഖേനയോ കത്ത് മുഖേനയോ എഴുതി അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾക്കും കൈത്താങ്ങലുകൾക്കും പിന്താങ്ങലുകൾക്കും നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. മഹത്വം ദൈവത്തിന്, ഘോഷിപ്പിൻ യാഹിൻ നാമം. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ. യുഗങ്ങളിൻ പാറയാം ക്രിസ്തു, ശാശ്വതനാം ദൈവം താൻ.